എന്താ ഒരു ശരീരം, എന്താ ഒരു പൗരുഷം, എന്താ ഒരു ഗാംഭീര്യം. ഈ മനുഷ്യനെ പേടിയോടുകൂടിയല്ലാതെ കാണാൻ കഴിയില്ല. അമേരിക്കൻ സൈന്യത്തെയും ISIS എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെല്ലാം കിടുകിടാ വിറപ്പിച്ച മനുഷ്യനാണിത്. ഇദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂ അസ്രായേൽ. നമുക്കറിയാം, മരണത്തിൻ്റെ മലക്കാണ് അല്ലെങ്കിൽ മാലാഖിയാണ് അസ്രായേൽ എന്ന് പറയുന്നത്. ആ അസ്രായേലിൻ്റെ പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്, അതായത് അബൂ അസ്രായേൽ. ഇറാഖിലെ പ്രശസ്തനായ ഒരു സായുധ പോരാളിയായ ഈ മനുഷ്യന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് അയ്യൂബ് ഫാലിഹൽ റുബായി എന്നാണ്. ഇറാഖിലെ ഷിയ സായുധ വിഭാഗമായ ഖതീബൽ ഇമാം അലിയുടെ കമാൻഡർമാരിൽ ഒരാളാണ് ഈ മനുഷ്യൻ. ഇറാഖിലും സിറിയയിലും ISIS എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടനയ്ക്കെതിരെ ഈ മനുഷ്യൻ നടത്തിയ യുദ്ധത്തിലൂടെയാണ് ഇദ്ദേഹം ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസുകൾ, ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ലോകത്ത് മുഴുവനും വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിച്ചു. ഒരു കൈയിൽ കോടാലിയും മറുകയിൽ ഒരു മെഷീൻ ഗണ്ണും പിടിച്ചു നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. ISIS എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെ ഈ മനുഷ്യൻ നടത്തിയ ആ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹത്തെ ഹീറോ ആയി കണക്കാക്കപ്പെടുകയാണ്. ഇറാഖിൽ ജനിച്ച ഇദ്ദേഹം പണ്ടൊരു കായിക അധ്യാപകനായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി, അതായത് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ ചിത്രങ്ങളും വീഡിയോസുകളും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ, പ്രത്യേകിച്ച് എക്സിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സൈന്യവുമായി നടന്നു വരുന്ന ദൃശ്യങ്ങൾ, അതോടൊപ്പം കുറച്ചു ഉദ്യോഗസ്ഥരൊക്കെ കണ്ടുമുട്ടുന്ന, പരിചയപ്പെടുന്ന കുറേ ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു യുദ്ധത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ ഈ മനുഷ്യൻ, അതായത് ഈ അബൂ അസ്രായേലും അദ്ദേഹത്തിൻ്റെ സൈന്യവും ഇറാനിലെ തെഹ്റാനിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നത്. ചില അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളും പുറത്തുവിടുന്നുണ്ട്. അദ്ദേഹം അവിടെയുള്ള സാധാരണക്കാരുമായി സംസാരിക്കുകയും ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. അബൂ അസ്രായേൽ ഒരു ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പിൻ്റെ, അതായത് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസ്, അതായത് PMFൻ്റെ ഭാഗമായതിനാൽ അദ്ദേഹം ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അമേരിക്കൻ സൈന്യത്തിനെതിരെയും ISIS എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെയും യുദ്ധം ചെയ്ത, അതിൽ ഒരുപാട് വിജയം കണ്ട ഈ ഒരു മനുഷ്യൻ, അദ്ദേഹം ഇത്തരത്തിൽ ഈ ഒരു യുദ്ധം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിലേക്ക് കടന്നു വരുമ്പോൾ അത് ലോകം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഇറാനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ IRGCയുടെ ആ ഒരു നേതൃത്വ നിരയിലേക്ക് വരാനുള്ള നീക്കങ്ങളാണോ ഇതെന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും വലിയൊരു വെല്ലുവിളിയായി മാറും. കാരണം അമേരിക്കൻ പട്ടാളക്കാരുടെ ഒരു പേടി സ്വപ്നമാണെന്ന് പറഞ്ഞു വെക്കാം ഈ അബൂ അസ്രായേൽ. ഈ മനുഷ്യൻ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അന്ന് പോരാടിയ എതിർപക്ഷങ്ങളുടെ രാജ്യങ്ങളുടെ അവസ്ഥയും വളരെയധികം ദയനീയമായിരുന്നു. എന്നുവെച്ചാൽ ഒരു ഭയവും ദയവുമില്ലാതെ ചങ്കുറപ്പോടെ എല്ലാ യുദ്ധവശങ്ങളും സ്വീകരിച്ച് പടനയിക്കുന്ന രീതിയാണ് ഈ മനുഷ്യൻ്റേത്. അതുകൊണ്ട് തന്നെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു നേതാവ് ഈ യുദ്ധത്തിൽ ഇറാനെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇറാൻ്റെ നേതൃത്വ നിരയിലേക്ക് വരുന്ന സമയത്ത് അത് ഇസ്രായേലിനെ കിടുകിട വിറപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്.